ഹലോ ഫ്രണ്ട്സ്, മഴതോരും മുമ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കൃഷ്ണമോളാണെങ്കിൽ നമ്മുടെ അലീനയോട് ചോദിക്കുന്നുണ്ട്, അതെ അമ്മ ഇവിടെ വന്നു കഴിഞ്ഞാൽ സമാധാനം കിട്ടുമെന്നാണോ ചേച്ചി ഉദ്ദേശിക്കുന്നത്? കിട്ടണം. അമ്മ ഇവിടെ വന്നാൽ ഇനിയെങ്കിലും മര്യാദയ്ക്ക് പോയേ പറ്റത്തുള്ളൂ. അത് ചേച്ചിക്ക് ഉറപ്പുണ്ടോ? കുറച്ച് കാര്യമൊക്കെ ഉറപ്പുണ്ട്. അതെന്താ അങ്ങനെ? ഞാൻ കൊല്ലപ്പള്ളി പോയി യാത്ര പറയാൻ ചെന്നപ്പോൾ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്ത് പറഞ്ഞു ചേച്ചി? എല്ലാം തുറന്നു പറഞ്ഞോ? അങ്ങനെയല്ല, മുമ്പ് ആഗ്രയിൽ ജീവിച്ച ജീവിതത്തെക്കുറിച്ച് എനിക്ക് ചിലതൊക്കെ അറിയാമെന്ന് മാത്രം പറഞ്ഞു. അപ്പോൾ ഒന്നും പറഞ്ഞില്ലേ? ഒന്നും മിണ്ടിയില്ല. എന്തോ സംശയമുണ്ട്, എനിക്കെന്തൊക്കെയോ അറിയാമെന്നുള്ളതുകൊണ്ട്. അപ്പോൾ അങ്ങനെ ഒരു പേടി ഇരിക്കട്ടെ, അതുകൊണ്ട് മാത്രം ഞാനൊരു സൂചന കൊടുത്തു എന്നേ ഉള്ളൂ. പിന്നെ ബാക്കിയെല്ലാം വരുമ്പോൾ നോക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് ഇരിക്കുമ്പോഴത്തേക്കിനും കൃഷ്ണ അങ്ങോട്ട് സങ്കടപ്പെടാൻ തുടങ്ങി. നാളെ മുതൽ ചേച്ചി ഇല്ലല്ലോ, എനിക്ക് സങ്കടമാവണം. സാരമില്ല മോളെ, വിഷമിക്കാതെ, ഒക്കെ ശരിയായിക്കോളും എന്നും പറഞ്ഞ് നമുക്ക് കിടന്നുകൊണ്ട് സംസാരിക്കാം എന്നും പറഞ്ഞ് അവർ രണ്ടുപേരും കൂടെ കിടക്കാട്ടോ. അപ്പോൾ വീണ്ടും കൃഷ്ണയ്ക്ക് സഹിക്കാനാവണില്ല. അപ്പോൾ നമ്മുടെ അലീനയെ കെട്ടിപ്പിടിച്ച് നിന്ന് കരയാണ്. നാളെ തൊട്ട് ഈ വീട് എങ്ങനെയാവും ഒന്നും മനസ്സിലാവണില്ല. അമ്മ വന്നു കഴിഞ്ഞാൽ ഒരു സമാധാനം ഉണ്ടാവില്ല. അച്ഛൻ എല്ലാം ചേച്ചിക്ക് വേണ്ടിയിട്ടാണ് മനസ്സിലടക്കി പിടിച്ച് സമാധാനമായിട്ടിരിക്കുന്നത്. ചേച്ചി പോയി കഴിഞ്ഞാൽ ഇനി ആരെ പേടിക്കാൻ? എപ്പോഴെങ്കിലും അച്ഛൻ പൊട്ടിത്തെറിച്ച് പോവോ, എല്ലാം പറഞ്ഞു പോവോ? ഇതൊക്കെ എനിക്ക് പേടിയുണ്ടെന്ന് പറയട്ടോ. അതുപോലെ ചേച്ചി പോയി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഇനി ആരാ ഉള്ളതെന്ന് സങ്കടപ്പെട്ട് പറയുമ്പോൾ അലീന പറയണം, മോൾ അതൊന്നും ഓർത്ത് വിഷമിക്കണ്ട, ഒക്കെ ശരിയായിക്കോളും. നീ എന്നെക്കുറിച്ചൊന്ന് ഓർത്ത് നോക്ക്. എനിക്ക് ആരാ ഉള്ളത്? നിങ്ങൾക്ക് ഒന്നുമില്ലെങ്കിലും എല്ലാവരും ഇല്ലേ? എനിക്ക് എല്ലാവരും ഉണ്ടെങ്കിലും ആരെങ്കിലും ഉണ്ടെന്ന് എനിക്ക് പറയാൻ പറ്റുമോ? ആരെങ്കിലും ഒരു ബന്ധം ഉണ്ടെന്ന് എനിക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റുമോ? അതല്ല എൻ്റെ അവസ്ഥ. സാരമില്ല, എനിക്കും സങ്കടം ഇല്ലാതില്ല പോകുന്നതിൽ, വിഷമമുണ്ട്. മോൾ കിടന്ന് ഉറങ്ങിക്കോ. അങ്ങനെ കൃഷ്ണയെ കെട്ടിപ്പിടിച്ച് ആ രാത്രി കിടന്ന് ഉറങ്ങുകയാണ്. പിറ്റേ ദിവസം രാവിലെ തന്നെ നമ്മുടെ സുനന്ദയുടെ ഭർത്താവ് വന്നിട്ടുണ്ട് കേട്ടോ. ബാലചന്ദ്രൻ്റെ വേറൊരു സഹോദരിയുണ്ട്, 2 സഹോദരിമാരിൽ ഒരാൾ, ആ സഹോദരിയുടെ ഭർത്താവാണ്. അയാൾ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം വരുന്ന ആനന്ദ് വന്നിട്ടുണ്ട്. അപ്പോൾ വരുമ്പോൾ തന്നെ വെളിയിൽ വണ്ടി നിർത്തിയിട്ട് ഹോൺ അടിക്കുകയാണ്. ആരും ഡോറ് തുറക്കണില്ല. കുറച്ച് നേരം ഒന്ന് ഫോണിൽ വിളിക്കാമെന്ന് പറഞ്ഞു ഫോൺ എടുക്കുമ്പോൾ അലീന ഡോറ് തുറന്ന് ഇറങ്ങി വരിക കേട്ടോ. നേരെ വെളുത്ത് വരുന്നതേ ഉള്ളൂ. അലീന വന്ന് നോക്കുമ്പോൾ പുറത്തൊരു കാറുണ്ട്, പോലീസ് വേഷത്തിലാണ് ആൾ. ആരാ എന്താന്നൊക്കെ ചോദിക്കുമ്പോൾ ആനന്ദ് പറയുവാണ്, അതെ എന്നെ മനസ്സിലായില്ലേ, ഞാൻ സുനന്ദയുടെ ഭർത്താവാണ്, ബാലചന്ദ്രൻ്റെ സഹോദരിയുടെ. ഓ മനസ്സിലായി. ശരി. അങ്ങനെ ഡോറൊക്കെ തുറന്നു കൊടുത്താകത്തേക്ക് കയറി വരട്ടെ. അപ്പോൾ ചോദിക്കുന്നുണ്ട്, ഇവിടെ എന്തേ ആരും എണീറ്റില്ലേ? ആ എണീറ്റു, അതിൻ്റെ തെളിവല്ലേ ഞാനിവിടെ മുന്നിൽ നിൽക്കുന്നത്. ആ അത് കൊള്ളാലോ, അത് ശരിയാണ്, നല്ല ഉത്തരം തന്നെയാണല്ലോ. അലീന, എനിക്ക് മനസ്സിലായി. പിന്നെ ഞാനും സാറിനെ മുമ്പ് ഒരു തവണയെ കണ്ടിട്ടുള്ളൂ, അതും പോലീസ് സ്റ്റേഷനിൽ വെച്ച്. അതുകൊണ്ടാണ് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരാത്തത്. ഓ അതൊന്നും സാരമില്ല. പിന്നെ ബാലചന്ദ്രൻ എന്തിയെ? ഞാനൊന്ന് ബാലേന്ദ്രൻ്റെ മുറിയിലേക്ക് പൊക്കോട്ടെ എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് പോകുമ്പോൾ അലീന പറയാണ്ട്, അയ്യോ സാർ അങ്ങോട്ടല്ല, മുകളിലാണ് ഇപ്പം. അപ്പോൾ അവിടെയാണ്. സാർ അങ്ങനെ ഇടയ്ക്കൊന്നോട് വരാറില്ലല്ലേ? ഞാനിത്തിരി തിരക്കുള്ള ആളല്ലേ, അതുകൊണ്ട് തന്നെ ഇങ്ങോട്ട് അത്രയ്ക്കൊന്നും ഓടി വരാറില്ല. പിന്നെ ഞാൻ മേളിലേക്ക് ചെന്നോളാം. ഞാൻ അച്ഛനെ വിളിക്കാം. വേണ്ട, ഞാൻ ചെന്നോളാം. ശരി. പക്ഷെ ചായ കുടിക്കില്ലല്ലേ? ആരാ ചായ കുടിക്കാത്തത്? ശരി, എന്നാൽ ചായ എടുക്കാമെന്ന് പറഞ്ഞ് അലീന അങ്ങോട്ട് പോകാട്ടോ. മേളിൽ പോയി ബാലചന്ദ്രൻ്റെ റൂമൊക്കെ പറഞ്ഞെടുക്കണം. നമ്മൾ അലീന മേളിൽ ചെന്നിട്ട് ആ റൂം നോക്കി തട്ടാണ് കേട്ടോ. അപ്പോൾ ബാലചന്ദ്രൻ തുറന്നു വരുമ്പോഴത്തേക്കും ഫ്രണ്ടിൽ ആനന്ദിനെ കാണുമ്പോൾ അത്ഭുതപ്പെട്ട് പോവുകയാണ്. ഇതാരാണ്? അതും ഈ കൊച്ചു വെളുപ്പാങ്കാലത്ത്. എന്താ വിശേഷം? സാധാരണ ഇങ്ങോട്ടൊന്നും കാണാറില്ലല്ലോ. ഓ ബാലേന്ദ്ര, എനിക്കിതിരി തിരക്കുള്ളതല്ലേ, ഞാൻ ട്രാഫിക് പോലീസിലല്ലേ, നിനക്കറിയാലോ അതിലെ തിരക്കും കാര്യങ്ങളൊക്കെ. അറിയാം. പിന്നെ വേറെ ഗോവർദ്ധനം വല്ലപ്പോഴൊക്കെ വിളിക്കാറുണ്ട്. അവ മാത്രമേ ഉള്ളൂ ഇത്ര ഓടി വരുന്നത്. അത് ശരിയാ, പക്ഷേ എത്രയൊക്കെയായാലും എൻ്റെ സഹോദരി കെട്ടിയ ആളല്ലേ നീ. അതൊക്കെ ശരി തന്നെ, തിരക്കിൽ എന്ത് ചെയ്യാൻ പറ്റും? എല്ലാവർക്കും ഉണ്ടേ തിരക്ക് എന്ന് കുശലം പറയാട്ടോ. എന്നിട്ട് പറഞ്ഞിട്ട് സുനന്ദയും സുലോചനയൊക്കെ പരസ്പരം വിളിക്കാറും സംസാരിക്കാറൊക്കെ ഉണ്ട്. അതൊക്കെ ഉണ്ട്. പിന്നെ എന്തെങ്കിലും കാരണമില്ലാതെ നീ ഇങ്ങോട്ട് വരില്ലല്ലോ രാവിലെ. നിനക്ക് ഇത്ര രാവിലെ ആരാ ഇവിടെ വാതിലൊക്കെ തുറന്ന് തന്നത്? അത് അലീന. അലീന, എനിക്ക് മനസ്സിലായി അലീന. ഞാൻ വന്നത് കണ്ടിട്ട് പെട്ടെന്ന് ഇറങ്ങി വന്നതുപോലെയാണ് എനിക്ക് തോന്നിയത്. അവളങ്ങനെയാണ്, അവൾക്ക് 6th സെൻസ് എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടേ. അവൾക്കാണെങ്കിൽ ആരെങ്കിലും എന്തെങ്കിലും മനസ്സിൽ കണ്ടാൽ അത് മുൻകൂട്ടി തന്നെ അവൾക്കത് മനസ്സിലാവും. അതാണ് അവളുടെ കഴിവ്. പിന്നെ അപ്പോഴാണ് അലീന ചായയൊക്കെ ആയിട്ട് വരുന്നത് കേട്ടോ. അപ്പോൾ ചായ കൊണ്ട് വരുന്നതിന് മുന്നേ തന്നെ വന്നതിൻ്റെ കാര്യം പറയാണ്. പ്രൊമോഷൻ ആയിട്ടുണ്ട്, പുനലൂർക്കാണ്, കൊല്ലം ജില്ലയിലാണ്. ഇപ്പോൾ ട്രാഫിക്കിലല്ലേ, ഇനിയിപ്പോൾ SI ആയിട്ടാണ് പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടി കാര്യങ്ങൾ ഇവിടെ പറയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ആ സന്തോഷ വാർത്ത. അപ്പോൾ ബാലചന്ദ്രൻ കൺഗ്രാജുലേഷനൊക്കെ കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അലീന ചായയും കൊണ്ടുവരുമ്പോൾ അതും വാങ്ങിച്ച് കഴിക്കുക. അപ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ട്, അലീനയ്ക്ക് ആളെയൊക്കെ മനസ്സിലായല്ലോ? എനിക്ക് മനസ്സിലായി. സാറിന് വന്നപ്പോൾ എനിക്ക് ആദ്യം മനസ്സിലായില്ല. അപ്പോഴാണ് ആനന്ദ് പറയുന്നുണ്ട്, എന്തിനാ ഈ സാറ് വിളി? അത് വേണ്ട,
ഇവിടുത്തെ കുട്ടികളെല്ലാവരും എന്നെ അങ്കിളേന്നാണ് വിളിക്കുന്നത്. എന്നാൽ ഞാനും ഇനി അങ്ങനെ വിളിച്ചോളാം കേട്ടോ. പിന്നെ വന്നത് എന്താണെന്നറിയോ, ഇത്ര രാവിലെ പ്രമോഷൻ കിട്ടി, SI ആയിട്ടാ. ഓ അത് ശരി, കൺഗ്രാജുലേഷൻസ്. ശരി, എന്നാൽ ഞാൻ താഴോട്ട് ചെല്ലട്ടെ. പിന്നെ അലീന സുഖമാണ് എന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ. പോവുകയാണെന്നൊക്കെ ഞാൻ അറിഞ്ഞല്ലോ, ഇവിടെ വിശേഷങ്ങളൊക്കെ ഞാൻ അറിയുന്നുണ്ട്. അതെ പോവാണ്. എങ്ങോട്ടാണ് അലീന പോകുന്നത്? അത് കുളത്തൂപ്പുഴയിലേക്കാണ്. അത് ശരി, അവിടെ അതെനിക്കറിയില്ല. ശരി, എന്നാൽ ഞാൻ താഴേക്ക് ചെല്ലട്ടെ എന്ന് പറഞ്ഞാൽ അലീന താഴേക്ക് പോവാട്ടോ. അപ്പോൾ ബാലേന്ദ്രനോട് കാര്യം ചോദിക്കുകയാണ്. അപ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ട്, അലീനയുടെ പ്രശ്നങ്ങളൊന്നും തീർന്നില്ലേന്ന് ചോദിക്കുക. അലീനയുടെ പ്രശ്നങ്ങളെല്ലാം തീർന്നു, വൈജയുടെ പ്രശ്നങ്ങളാണല്ലോ തീരാത്തത്. അതാ. ഈ കൊച്ചു എങ്ങോട്ടാണ് പോകുന്നത്? അവൾ ഇനിയിപ്പോൾ വേറൊരു സ്ഥലത്തേക്ക് പോവുകയാണ്. ഇനി ഇവിടെ നിൽക്കണ്ടെന്ന് വിചാരിച്ചു, അവൾ തന്നെയാണ് തീരുമാനിച്ചത്, ഞങ്ങളാരും പറഞ്ഞിരിക്കുന്നതല്ല. അതൊക്കെ പോട്ടെ. പിന്നെ ഇനിയിപ്പോൾ പുനലൂർക്ക് പോകുമ്പോൾ അവിടെ എങ്ങനെയാണ്, ക്വാർട്ടേഴ്സിലാണോ? ക്വാർട്ടേഴ്സിൽ തന്നെ നിൽക്കണം. ഭാര്യയും മക്കളെയൊന്നും കൊണ്ടുപോകാൻ പറ്റില്ലല്ലേ? ഇപ്പം പെട്ടെന്ന് പറ്റില്ല. നിൻ്റെ സ്വഭാവം വച്ചിട്ടേ നീ ഫാമിലി കൂടെ കൊണ്ടുപോകുന്നത് നല്ലത്. പിള്ളേരുടെ TC ഒക്കെ എത്രയും വേഗം വാങ്ങിച്ചു വെച്ചോ, അല്ലെങ്കിൽ ശരിയാകത്തില്ല. കള്ള് കുടിക്കുന്നതിന് ഒരു കുറവും ഇല്ലല്ലോ. കരളൊക്കെ അടിച്ച് പോവും കേട്ടോ. ചോദിക്കാനും പറയാനും ആരുമില്ലെന്ന് പറഞ്ഞ് ചുമ്മാ വലിച്ചു വാരിയൊന്നും കേട്ടല്ലേ. കരൾ നമ്മളേതാണ്. കരൾ ഫ്രൈ ചെയ്ത് കഴിച്ചാലും പ്രശ്നമാണേ എന്നൊക്കെ ഇങ്ങനെ ആനന്ദിനോട് ബാലേന്ദ്രൻ പറഞ്ഞു കൊടുക്കണം. എന്തായാലും നീ ഒരു സന്തോഷ വാർത്തയായിട്ട് ഇവിടെ വന്ന് പറഞ്ഞതല്ലേ, അപ്പോൾ നമുക്കൊന്ന് ആഘോഷിക്കണ്ടേ. ഞാനൊന്ന് ഗോവർദ്ധനെ വിളിക്കട്ടെ. അങ്ങനെ ഫോണിൽ ഗോവർദ്ധനെ വിളിച്ച് എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതേ സമയത്ത് നമ്മുടെ അലീന താഴെ ചെന്ന് മുറ്റമൊക്കെ അടിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതും കണ്ടും കൂടി രോഹിത് അങ്ങോട്ട് വന്ന് ദേഷ്യപ്പെടുക. എന്താ അലീന ചേച്ചി ഇങ്ങനെ? ഇന്ന് ചേച്ചി പോവാനിരിക്കുകയല്ലേ, പിന്നെ എന്തിനാ ഈ ജോലിയൊക്കെ ചെയ്യുന്നത്? അതിനിപ്പോൾ എന്താ, ഇവിടെ ഭവതിയും കൃഷ്ണമോളൊക്കെ ഉണ്ടല്ലോ, അവരൊന്നും എണീറ്റില്ലേ, അവർ ചെയ്തോളും. എടാ എനിക്ക് ഇന്നും കൂടെ അല്ലേ ഇത് ചെയ്യാൻ പറ്റും, ഞാൻ ചെയ്യട്ടെ. വേണ്ട ചേച്ചി, ഇന്ന് പോവായിരിക്കും, ഇവിടുത്തെ ഒരു ജോലിയും ചെയ്യാൻ ഞാൻ സമ്മതിക്കില്ല, ഞാൻ പോയി പറയും. അങ്ങനെ നേരെ അകത്ത് നിന്ന് കൃഷ്ണയോടും ഭവതിയൊക്കെ ഉറക്കം എണീറ്റ് വരുമ്പോൾ അലീന ചേച്ചി എന്തെയും ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ രോഹിത് പറയാം, നിങ്ങളിപ്പോൾ ഉറക്കം എണീറ്റതേ ഉള്ളോ? അലീന ചേച്ചി രാവിലെ എണീറ്റു, മുറ്റടിക്കാൻ പോയിരിക്കുന്നു. അത് കൊള്ളാമല്ലോ, ഇന്ന് പോവേണ്ട ദിവസമല്ലേ ചേച്ചിക്ക്, ഇന്ന് ഞാൻ ജോലി ചെയ്യണം, ഞാൻ 2 കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞു ഭവിത പുറത്തേക്ക് വന്നിട്ട് അലീനെ വഴക്ക് പറയാം കേട്ടോ. അങ്ങനെ അലീന, എടി മോളെ, ഇതിപ്പോൾ രോഹിത്താണോ നിന്നോട് വന്ന് പറഞ്ഞത്? ആര് പറഞ്ഞതോ ആവട്ടെ, അലീന ചേച്ചി ഇവിടെ മുറ്റം അടിക്കണ്ട, ഇങ്ങോട്ട് മാറിക്കേ. അതല്ലെന്നേ, ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. ഇന്ന് ചേച്ചി പോകുന്ന ദിവസമാണ്, ഇനിയിപ്പം ഇവിടെ ആരും മുറ്റം അടിക്കണ്ട, ഇനി അങ്ങോട്ട് ഞങ്ങൾ തന്നെയല്ലേ എല്ലാം ചെയ്യണം, ഞാൻ തന്നെ ചെയ്തോളാം, ഇങ്ങോട്ട് എടുക്കുക. അവസാനം പിടിച്ച് വാങ്ങിച്ച് ബബിത അങ്ങോട്ട് മുറ്റം അടിക്കാൻ കേട്ടോ. ഭയങ്കര സങ്കടം ഉള്ളിലുണ്ട്, അത് ദേഷ്യമായിട്ട് പുറത്ത് കാണിക്കണമെന്നേ ഉള്ളൂ. എന്നിട്ട് അലീനയെ പിടിച്ചും കൊണ്ട് നേരെ മുറിക്കകത്തായിട്ട് ചെല്ലാണ് കേട്ടോ. ബാലേന്ദ്രൻ ഈ സമയത്തും നമ്മുടെ ആനന്ദിനെ യാത്ര അയക്കുകയാണ് കേട്ടോ. പോയിട്ട് വാ എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞ് ഒക്കെ വിട്ടിട്ട് നേരെ ബാലേന്ദ്രൻ്റെ അകത്തേക്ക് കയറി പോവുകയാണ്. അങ്ങനെ നമ്മുടെ അലീന നേരെ കിച്ചണിലേക്ക് പോകാട്ടോ മുറ്റത്തുനിന്ന്. അവിടെ ചെന്ന് എന്തൊക്കെയോ ചെയ്യാൻ പോകുമ്പോൾ കൃഷ്ണമോള് അങ്ങോട്ട് പോയിട്ടുണ്ട്. അപ്പോൾ കൃഷ്ണമോളും ചോദിക്കുകയാണ്, വന്ന ആൾ പോയോ? അവിടെ ഉണ്ടോയെന്ന് അപ്പോൾ അത് പോയെന്ന് തോന്നുന്നു. പിന്നെ എന്താ വിശേഷം എന്ന് അറിയില്ല, കാര്യമില്ലെങ്കിൽ അങ്കിളിങ്ങോട്ട് വരാറില്ല. അത് എത്രയൊക്കെയായാലും നിൻ്റെ അങ്കിള് തന്നെയല്ലേ? പിന്നെ അതിനൊക്കെ ഗോവർദ്ധൻ അങ്കിളാണെങ്കിലേ എന്ത് കാര്യത്തിൽ നമ്മളോട് കട്ടയ്ക്ക് നിൽക്കും. ഇതങ്ങനെയല്ല, വല്ലപ്പോഴേ വരള്ളൂ, വരണതും വളരെ ചുരുക്കമാണ്, അത്ര കമ്പനിയൊന്നും അല്ല നമ്മളുമായിട്ടെന്നൊക്കെ പറയാം കേട്ടോ. സുനന്ദ ആൻറ്റിയുടെ ഹസ്ബൻഡിലെ അതൊക്കെ സംസാരിക്കുകയാണ് അവർ. അപ്പോഴാണ് നമ്മുടെ കൃഷ്ണമോളൊരു കാര്യം ശ്രദ്ധിക്കണം കേട്ടോ. അലീന കുട്ടി ജോലിക്ക് തുടങ്ങിയിട്ടുണ്ട്, ചായയോ എന്തൊക്കെയോ ചെയ്യാനായിട്ട്. അപ്പോൾ ചോദിക്കണേ, എന്തിനാ ചേച്ചി കിച്ചണിൽ കയറിയത്? ചേച്ചി ഇപ്പോൾ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. എന്താടി മോളെ അങ്ങനെ പറയണത്? വേണ്ടാന്ന് പറഞ്ഞില്ലേ, ഇന്ന് എന്തായാലും പോകാൻ വേണ്ടി ഇരിക്കുമല്ലേ, അങ്ങനെയുള്ള ആൾ ഈ വീട്ടിൽ ജോലി ചെയ്യേണ്ട, ഇനി ഞങ്ങൾ അങ്ങോട്ട് ചെയ്തോളാം. അതെന്താ, നീ ഒഴിവാക്കുവാണോ? ഞങ്ങളല്ലല്ലോ ഒഴിവാക്കുന്നത്, ചേച്ചി തന്നെയല്ലേ പോകാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത്. ഞങ്ങളാരെയും അന്നും ഒഴിവാക്കിയിട്ടില്ല, ഇന്നും ഒഴിവാക്കിയിട്ടില്ല. എടി മോളെ, അങ്ങോട്ട് മാറിക്കേ. ഞാനും ബബിതേച്ചിയും ഉണ്ട് ഇവിടെ, ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഒക്കെ ഉണ്ടാക്കാൻ ഞങ്ങൾ ഉണ്ടാക്കി തരും. ഇന്നത്തെ ദിവസം ഞങ്ങൾ ഉണ്ടാക്കുന്നത് ചേച്ചി കഴിച്ചാൽ മാത്രം മതി. ചേച്ചി അടുക്കളയിൽ കയറി പോകരുത്, പൊക്കോ. പിന്നെ പോകാനുള്ള ഡ്രസ്സും കാര്യങ്ങളും എല്ലാം റൂമിലുണ്ട്, ചെല്ല് പോയി എല്ലാം റെഡിയാവാൻ നോക്ക് ഇത്രയും വേഗമെന്ന് പറഞ്ഞ് അലീനെ തള്ളിവിടുക കേട്ടോ. അലീനയ്ക്ക് നല്ല വിഷമമുണ്ട്. മുറിയിലേക്ക് കയറി വരുമ്പോൾ ബെഡിലെല്ലാം റെഡിയാണ്. സാരിയാണ് കേട്ടോ അലീന ഉടുത്തിട്ട് അവിടെ നിന്ന് ഇറങ്ങുന്നത്. സാരിയുടെ പുറത്ത് ഒത്തിരി ആഭരണങ്ങളും ഉണ്ട്, എല്ലാം വെച്ചിട്ടുണ്ട്. അപ്പം ബാഗ് എടുത്ത് അലീന ഓരോന്നായിട്ട് പാക്ക് ചെയ്യാണ് കേട്ടോ. എന്നിട്ട് സഹിക്കാൻ പറ്റുന്നില്ല, ഉടുക്കാനുള്ള സാരിയും ആഭരണങ്ങളും മാത്രം മാറ്റി വെച്ച് ബാക്കി അവിടെ നിന്ന് എല്ലാം പാക്ക് ചെയ്തിട്ടുണ്ട്. അവസാനം ആ ഡ്രോയിലിരിക്കുന്ന ബിർജാമാമിയുടെ ഫോട്ടോ അതിലേക്ക് ചെന്ന് നോക്കുമ്പം ബൈബിളും കാര്യങ്ങളും എല്ലാം എടുത്ത് വെക്കണം. അത് കുറച്ച് നേരം അലീന ഇങ്ങനെ നോക്കി വയ്ക്കുക. ബിർജാമാമിയോട്, മമ്മിയാണല്ലോ ഇവിടെ കൊണ്ടാക്കാനുള്ള കാരണം. അവസാനം ഇവിടുന്ന് പോകേണ്ടി വരുമല്ലേ, അത് മമ്മിയോട് മനസ്സുകൊണ്ട് ഇങ്ങനെ പറഞ്ഞ് കരയാണ് കേട്ടോ അലീന. അതാണ് ഇന്നത്തെ എപ്പിസോഡ്. ഡീറ്റെയിൽഡ് എപ്പിസോഡുമായിട്ട് വീണ്ടും വരാം. ചാനൽ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്